നമസ്കാരം. നമ്മൾ ദിവസവും എത്രയോ സാധനങ്ങൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ? പക്ഷെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരു ചെറിയ ആശയം എങ്ങനെയാണ് ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറുന്നതെന്ന്? ഇന്ന് നമ്മൾ ഒരു പ്രോഡക്റ്റിന്റെ ആ ഒരു ജീവിതകഥയാണ്, അതിന്റെ തുടക്കം മുതൽ മാർക്കറ്റിലെ ഒരു താരമായി മാറുന്നത് വരെയുള്ള ആ ഒരു യാത്രയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോ നമ്മൾ ഈ യാത്രയിൽ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം തന്നെ എന്താണ് ഒരു പ്രോഡക്റ്റ് എന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. പിന്നെ ഒരു ഐഡിയ എങ്ങനെയാണ് ശരിക്കും ഒരു പ്രോഡക്റ്റായി മാറുന്നതെന്ന് നോക്കും. അതിനുശേഷം ബ്രാൻഡിംഗ് ഉപയോഗിച്ച് അതിനൊരു ഐഡന്റിറ്റി കൊടുക്കുന്നതിനെപ്പറ്റി സംസാരിക്കും. പിന്നെ ഒരു കമ്പനിയുടെ മൊത്തം പ്രോഡക്റ്റുകളിൽ ഇതെവിടെയാണ് നിൽക്കുന്നതെന്ന് നോക്കും. അവസാനം ഓരോ പ്രോഡക്റ്റിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടല്ലോ, അതെന്താണെന്നും നമ്മൾ മനസ്സിലാക്കും. അപ്പം നമുക്ക് തുടങ്ങിയാലോ? അപ്പോ പ്രോഡക്റ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഒരു ഫോൺ, അല്ലെങ്കിൽ ഒരു കാറ്, ചിലപ്പോ ഒരു സോപ്പ്, അല്ലേ? പക്ഷെ ശരിക്കും എന്താണ് ഒരു പ്രോഡക്റ്റ്? സത്യം പറഞ്ഞാൽ അതൊരു വസ്തു മാത്രമല്ല, അതൊരാവശ്യത്തിനുള്ള പരിഹാരമാണ്. ഒന്നാലോചിച്ചു നോക്കൂ. നിങ്ങൾക്ക് നല്ലോണം ദാഹിക്കുമ്പോൾ ഒരു കുപ്പി വെള്ളം വാങ്ങുന്നു. അവിടെ ആ കുപ്പി വെള്ളമല്ല യഥാർത്ഥ പ്രോഡക്റ്റ്, മറിച്ച് ദാഹം മാറ്റുക എന്ന ആ ഒരു സൊല്യൂഷനില്ലേ, അതാണ് പ്രോഡക്റ്റ്. ശരി, അപ്പോൾ ഈ സൊല്യൂഷൻ എന്ന് പറയുന്നതിനെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏതൊരു പ്രോഡക്റ്റിനും ഒരു ഉള്ളിക്ക് തൊലികളുള്ളതുപോലെ 3 പ്രധാനപ്പെട്ട ലെയറുകളുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഏറ്റവും ഉള്ളിലുള്ള ലെയർ, അതാണ് കോർ പ്രോഡക്റ്റ്. ഇതാണ് നമ്മളൊരു കസ്റ്റമർ എന്ന നിലയിൽ ശരിക്കും വാങ്ങുന്നത്, ആ അടിസ്ഥാനപരമായ നേട്ടം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മളൊരു ഹോട്ടലിൽ റൂം എടുക്കുന്നത് എന്തിനാ? 4 ചുമരുകൾ വാങ്ങാനല്ലല്ലോ, അല്ലേ? വിശ്രമം, സുരക്ഷിതമായ താമസം, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ബെനിഫിറ്റാണ് കോർ പ്രോഡക്റ്റ്. അതിന്റെ പുറത്തുള്ള ലെയറാണ് ആക്ച്വൽ പ്രൊഡക്റ്റ്. ഇതാണ് നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ആ സാധനം. അതായത് കോർ പ്രൊഡക്റ്റിന് ഒരു ഫിസിക്കൽ രൂപം കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞ ഹോട്ടലിന്റെ കാര്യം തന്നെ എടുക്കാം. ആ റൂമിന്റെ ഡിസൈൻ, ബെഡിന്റെ ക്വാളിറ്റി, ടിവി, എന്തിന് ആ ഹോട്ടലിന്റെ പേര് വരെ, ഇതെല്ലാം ചേർന്നതാണ് ആക്ച്വൽ പ്രൊഡക്റ്റ്. ഇനി ഏറ്റവും പുറത്തുള്ള ലെയർ, അതാണ് ഓഗ്മെന്റഡ് പ്രോഡക്റ്റ്. ഇതാണ് ശരിക്കും ഒരു പ്രോഡക്റ്റിനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. വാറന്റി, ഫ്രീ ഇൻസ്റ്റാളേഷൻ, 24 മണിക്കൂറും കസ്റ്റമർ സപ്പോർട്ട്, ഇതൊക്കെ ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഹോട്ടലിലാണെങ്കിൽ ഫ്രീ വൈഫൈ, കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ്, റൂം സർവീസ്, ഇതൊക്കെയാണ് ആ എക്സ്ട്രാ ബെനിഫിറ്റ്സ്. സത്യത്തെ ഇതൊക്കെ കണ്ടിട്ടല്ലേ നമ്മൾ പലപ്പോഴും ഒരു പ്രോഡക്റ്റ് വീണ്ടും വീണ്ടും വാങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പ്രോഡക്റ്റിന് ഈ 3 ലെയറുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ വെറുമൊരു ഐഡിയ, മനസ്സിൽ തോന്നുന്ന ഒരു സ്പാർക്ക്, എങ്ങനെയാണ് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റായി മാറുന്നത്? വെറുതെ അങ്ങോട്ട് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതിനു പിന്നില് വളരെ സിസ്റ്റമാറ്റിക്കായ ഒരു പ്രോസസ്സ് ഉണ്ട്. മാർക്കറ്റിംഗിൽ ഈ പ്രോസസ്സിനെയാണ് ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ NPD എന്ന് പറയുന്നത്. ഇതൊരു നിസ്സാര കാര്യമല്ല. കാരണം മാർക്കറ്റിൽ വരുന്ന മിക്കവാറും പുതിയ പ്രോഡക്റ്റുകളും പരാജയപ്പെടാറുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം ഈ NPD സ്റ്റേജുകൾ കൃത്യമായി ഫോളോ ചെയ്യാത്തതാണ്. അതുകൊണ്ട് ഒരു ഐഡിയ വിജയിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു വലിയ അരിപ്പ തന്നെയാണ് ഈ NPD. ഈ NPD എന്ന് പറയുന്നത് ഒരു സിമ്പിൾ സ്റ്റെപ്പല്ല, അത് 7 ഘട്ടങ്ങളുള്ള ഒരു വലിയ യാത്രയാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഐഡിയ ജനറേഷനിൽ തുടങ്ങി കൊമേഴ്ഷ്യലൈസേഷനിൽ അവസാനിക്കുന്ന 7 സ്റ്റേജുകൾ. ഇതൊരു ഫണൽ പോലെയാണ്. തുടക്കത്തിൽ ചിലപ്പോൾ 1000കണക്കിന് ഐഡിയകൾ ഉണ്ടാകും. പക്ഷെ ഓരോ സ്റ്റേജ് കഴിയുന്തോറും അത് ഫിൽട്ടർ ചെയ്ത് അവസാനം വിപണിയിലേക്ക് എത്തുന്നത് 1-2 മികച്ച ഐഡിയകൾ മാത്രമായിരിക്കും. ശരി, നമ്മുടെ NPD പ്രോസസ് എല്ലാം കഴിഞ്ഞ് പ്രോഡക്റ്റ് റെഡിയായിന്ന് വെക്കാം. ഇനി അതൊരു കടയുടെ ഷെൽഫിൽ വെച്ചിരിക്കുകയാണ്. അതിന്റെ അടുത്ത് അതുപോലത്തെ വേറെയും 10 പ്രോഡക്റ്റുകളുമുണ്ട്. ഒരു കസ്റ്റമർ വന്ന് എങ്ങനെ നമ്മുടെ ഇത് തിരഞ്ഞെടുക്കും? അവിടെയാണ് അതിന് തനതായൊരു ഐഡന്റിറ്റി കൊടുക്കേണ്ടതിന്റെ ആവശ്യം വരുന്നത്. ഈ ഐഡന്റിറ്റി ഉണ്ടാക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബ്രാൻഡിംഗ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഇല്ലേ? അതുപോലെ പ്രോഡക്റ്റുകൾക്കും ഒരു പേഴ്സണാലിറ്റി കൊടുക്കുന്ന പരിപാടിയാണിത്. പെട്ടെന്നൊന്ന് ആലോചിച്ചു നോക്കൂ. ആപ്പിൾ എന്ന് കേൾക്കുമ്പോൾ ഇന്നോവേഷൻ എന്നും, വോൾവോ എന്ന് കേൾക്കുമ്പോൾ സേഫ്റ്റി എന്നും നമ്മുടെ മനസ്സിലേക്ക് ഓടിവരുന്നത് വെറുതെയല്ല. അതാണ് പവർഫുൾ ബ്രാൻഡിങ്ങിന്റെ ഒരു ഉദാഹരണം. അപ്പോ ഈ ബ്രാൻഡ് ഐഡന്റിറ്റി പറയുന്നത് പല കാര്യങ്ങൾ ചേർന്നതാണ്. ഓർക്കാൻ എളുപ്പമുള്ളൊരു പേര്, നല്ലൊരു ലോഗോ, പിന്നൊരു ടാഗ് ലൈൻ. അതുപോലെ പ്രധാനമാണ് അതിന്റെ പേഴ്സണാലിറ്റി. അതായത് ഈ ബ്രാൻഡ് ഒരു റഫ് ആൻഡ് ടഫ് ആളാണോ, അതൊരു ലക്ഷറി ഫീൽ തരുന്ന ഒന്നാണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇതെല്ലാം കൂടിച്ചേരുമ്പോഴാണ് ആ ഐഡന്റിറ്റി കംപ്ലീറ്റ് ആവുന്നത്. ഇനി നമുക്ക് ബ്രാൻഡിന്റെ ഡ്രസ്സെന്ന് തന്നെ പറയാവുന്ന പാക്കേജിംഗിലേക്ക് വരാം. ഇത് വെറുതെ പ്രോഡക്റ്റിനെ പൊതിയാനുള്ള ഒരു കവർ മാത്രമല്ല,
ഒരു സൂപ്പർമാർക്കറ്റില് ആയിരക്കണക്കിന് പ്രോഡക്റ്റുകൾക്കിടയിൽ നിന്ന് ഹേയ് എന്നെ നോക്കൂ എന്ന് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു സൈലന്റ് സെയിൽസ്മാനാണ് സത്യത്തിൽ പാക്കേജിംഗ്. ഒരു നല്ല പാക്കേജിങ്ങിന് ഒരുപാട് ജോലികളുണ്ട്. ഒന്നാമത്തെ കാര്യം പ്രൊട്ടക്ഷൻ. ഉള്ളിലുള്ള സാധനം കേടുവരാതെ നോക്കണം. രണ്ടാമത് കൺവീനിയൻസ്. നമുക്കത് കൊണ്ടു നടക്കാനും ഉപയോഗിക്കാനും എളുപ്പമായിരിക്കണം. മൂന്നാമത് പ്രൊമോഷൻ. ആ ബ്രാൻഡിനെപ്പറ്റി അത് നമ്മളോട് സംസാരിക്കണം. നാലാമത് ഇൻഫർമേഷൻ. എന്താണ് ഉള്ളിലുള്ളത് എന്നൊക്കെയുള്ള വിവരങ്ങൾ തരണം. ഇതെല്ലാം കൂടി ചേരുമ്പോഴാണ് ഒരു പാക്കേജിംഗ് പെർഫെക്റ്റ് ആവുന്നത്. നമ്മുടെ ഈ സൈലന്റ് സെയിൽസ്മാന്റെ ID കാർഡ് എന്ന് വേണമെങ്കിൽ ലേബലിനെ പറയാം. പാക്കേജിന്റെ പുറത്തൊട്ടിച്ചിരിക്കുന്ന ഈ ലേബലിലാണ് പ്രോഡക്റ്റിനെക്കുറിച്ചുള്ള എല്ലാ അത്യാവശ്യ വിവരങ്ങളും ഉണ്ടാകുന്നത്. ഇതൊരു വെറും സ്റ്റിക്കറല്ല. ആ പ്രോഡക്റ്റ് എന്താണെന്ന് തിരിച്ചറിയാൻ സഹായിക്കും, അതിലെന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളതെന്ന് പറയും. അതിനേക്കാളൊക്കെ ഉപരി MRP, എക്സ്പയറി ഡേറ്റ് പോലുള്ള നിയമപരമായി രേഖപ്പെടുത്തേണ്ട കാര്യങ്ങളൊക്കെ ലേബിളിലാണ് ഉണ്ടാകുക. ഇത് നമ്മുടെ ഒരു കസ്റ്റമർ എന്ന നിലയിലുള്ള അവകാശവും സുരക്ഷയും ഉറപ്പാക്കുന്ന ഒന്നാണ്. ഓക്കെ, അപ്പോ ഇതുവരെ നമ്മളൊരു സിംഗിൾ പ്രോഡക്റ്റിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, ഒരു മരത്തെ സൂക്ഷിച്ചു നോക്കുന്നത് പോലെ. ഇനി നമുക്കൊന്ന് സൂം ഔട്ട് ചെയ്ത് ആ മരം നിൽക്കുന്ന കാട് മൊത്തത്തിൽ എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. അതായത് ഒരു പ്രോഡക്റ്റിൽ നിന്ന് മാറി ഒരു കമ്പനിയുടെ എല്ലാ പ്രോഡക്റ്റുകളെയും പറ്റി സംസാരിക്കാം. ഒരു കമ്പനി മാർക്കറ്റിൽ വിൽക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളെയും സർവീസുകളെയും ഒരുമിച്ച് പറയുന്ന പേരാണ് പ്രോഡക്റ്റ് മിക്സ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ. ഒരു റെസ്റ്റോറന്റിലെ മെനു കാർഡ് പോലെ. അതിൽ ആ റെസ്റ്റോറന്റ് ഓഫർ ചെയ്യുന്ന എല്ലാം ഉണ്ടാകുമല്ലോ. അതുപോലെ ഒരു കമ്പനിയുടെ മാർക്കറ്റിലെ സ്ട്രാറ്റജിക് ബ്ലൂ പ്രിന്റാണ് ഈ പ്രോഡക്റ്റ് മിക്സ്. ഈ പ്രോഡക്റ്റ് മിക്സിനെ മനസ്സിലാക്കാൻ 4 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് വിഡ്ത്ത്, അതായത് കമ്പനിക്ക് എത്ര തരം പ്രോഡക്റ്റ് ലൈനുകളുണ്ട് എന്നത്. രണ്ടാമത്തേത് ലെങ്ത്, എന്നുവെച്ചാൽ മൊത്തം എത്ര പ്രോഡക്റ്റുകൾ അവർ വിൽക്കുന്നുണ്ട്. മൂന്നാമത്തേത് ഡെപ്ത്, ഒരു പ്രോഡക്റ്റിന് തന്നെ എത്ര വേരിയന്റുകളുണ്ട്, പല സൈസ്, പല കളർ, അതാണ് ഡെപ്ത്. അവസാനമായി കൺസിസ്റ്റൻസി, ഈ പ്രോഡക്റ്റ് ലൈനുകൾ തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ട് എന്നത്. ഈ 4 കാര്യങ്ങളും ഒരു കമ്പനിയുടെ വലിയ സ്ട്രാറ്റജിയുടെ ഭാഗമാണ്. അപ്പോ എന്തിനാണ് കമ്പനികൾ ഈ പ്രൊഡക്റ്റ് മിക്സിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? കാരണം നല്ലൊരു പ്രൊഡക്റ്റ് മിക്സ് ഉണ്ടെങ്കിൽ മാർക്കറ്റിലെ പലതരം കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ പറ്റും, ബ്രാൻഡിന്റെ ശക്തി കൂട്ടാൻ പറ്റും. അതുപോലെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ അത്ര വിജയിച്ചില്ലെങ്കിലും കമ്പനിക്ക് വലിയ നഷ്ടം വരില്ല. ആ റിസ്ക് മാനേജ് ചെയ്യാനും ഇത് സഹായിക്കും. ശരി, ഇനി നമുക്ക് അവസാനത്തെ ടോപ്പിക്കിലേക്ക് വരാം. എല്ലാത്തിനും ഒരു ജീവിതകഥയുണ്ടല്ലോ. അതുപോലെ ഓരോ പ്രോഡക്റ്റിനും മാർക്കറ്റിൽ ഒരു ജീവിതകഥയുണ്ട്. അതിനൊരു ജനനമുണ്ട്, ഒരു വളർച്ചയുണ്ട്, പിന്നെ ഒരു അവസാനവുമുണ്ട്. നമ്മുടെ ജീവിതം പോലെ തന്നെ പ്രോഡക്റ്റുകൾക്കും ഒരു ലൈഫ് സൈക്കിളുണ്ട്. ഇതിനെയാണ് പ്രോഡക്റ്റ് ലൈഫ് സൈക്കിൾ അഥവാ PLC എന്ന് പറയുന്നത്. ഇതിന്റെ ഓരോ സ്റ്റേജിലും ആ പ്രോഡക്റ്റിന് എന്തു വേണം, എന്ത് മാർക്കറ്റിംഗ് ആണ് ചെയ്യേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാൻ ഈ PLCയെക്കുറിച്ചുള്ള അറിവ് ഒരുപാട് സഹായിക്കും. ഈ പ്രോഡക്റ്റ് ലൈഫ് സൈക്കിളിന് പ്രധാനമായിട്ടും 4 സ്റ്റേജുകളുണ്ട്. ആദ്യത്തേത് ഇൻട്രൊഡക്ഷൻ, പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്ന സമയം. അപ്പോൾ ആർക്കും അതിനെപ്പറ്റി അറിയില്ല, അതുകൊണ്ട് അവെയർനെസ് ഉണ്ടാക്കുകയാണ് ലക്ഷ്യം. അടുത്തത് ഗ്രോത്ത് സ്റ്റേജ്. ഇവിടെ വിൽപ്പന പെട്ടെന്ന് കൂടും, അപ്പോൾ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. മൂന്നാമത്തേത് മെച്യൂരിറ്റി. ഈ സമയത്ത് സെയിൽസ് അതിന്റെ പീക്കിലെത്തും, മാർക്കറ്റിൽ നിറയെ കോമ്പറ്റീഷനാവും. അപ്പോൾ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ വ്യത്യസ്തരാകാമെന്ന് നോക്കണം. അവസാനത്തേത് ഡിക്ലൈൻ സ്റ്റേജ്. വിൽപ്പനയും ലാഭവും കുറയും. അപ്പോൾ ഒന്നുകിൽ ആ പ്രോഡക്റ്റ് നിർത്തേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കേണ്ടി വരും. അപ്പോ ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചോദ്യം വരുമല്ലേ, എല്ലാ പ്രൊഡക്റ്റുകൾക്കും ഇങ്ങനെ ഒരു ലൈഫ് സൈക്കിൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിനെ എക്കാലവും നിലനിൽക്കാൻ പറ്റുമോ? കണ്ടിന്യൂസ് ആയിട്ട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവന്നും സ്മാർട്ടായി മാർക്കറ്റ് ചെയ്തും ഒരു ബ്രാൻഡിന് ഈ ഡിക്ലൈൻ സ്റ്റേജിനെ അതിജീവിക്കാൻ സാധിക്കോ? ഇതിനെപ്പറ്റി നിങ്ങൾക്കെന്താണ് തോന്നുന്നത്?